നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് റിംഗ് എന്താണെന്ന് പഠിച്ചു, റിങ്ങിൻ്റെ സ്പെഷ്യൽ ടൈപ്സ് പഠിച്ചു. അപ്പോൾ റിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച ഒരു കാര്യമാണ് യൂണിറ്റ്. അപ്പോൾ അവിടെ രണ്ട് കൺഫ്യൂഷൻ വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് യൂണിറ്റി ആൻഡ് യൂണിറ്റ്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയുക. അത് 1 ആണ്. ഓക്കെ, 1 കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്പേഴ്സ് ഇപ്പോൾ മാറിയിരിക്കാം. ഇപ്പോൾ മെട്രിക്സ് ആണ് വെച്ചാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് വരിക, പക്ഷെ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക 1 എന്ന നമ്പർ കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തതാണ് യൂണിറ്റ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ടേംസിനാണ് നമ്മൾ എന്താ പറയുക, യൂണിറ്റ് എന്ന് പറയാം. അപ്പോൾ എ എന്ന എലമെന്റ് നമ്മൾ യൂണിറ്റ് എന്ന് പറയണമെങ്കിൽ എയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഇൻവേഴ്സ്, ദാറ്റ് ഈസ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു 1 എന്ന തരത്തിൽ ഒരു ബി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും എ ഈസ് യൂണിറ്റ്. അതേപോലെ തന്നെ ബി ഈസ് അനദർ യൂണിറ്റ് എന്ന് പറയാൻ പറ്റും. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് all the units of the ring Z14 and Z cross Z. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ Z14നകത്തെ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ആ സെറ്റ് എഴുതുക. Z14 is equal to 0, 1, 2 up to 13. അപ്പോൾ നമുക്കറിയാം ഇവിടെ 0 എന്നുള്ളത് അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. 1 എന്നത് എന്താണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അത് നമ്മൾ പറഞ്ഞ പേര് യൂണിറ്റി. 1 എന്നത് ആരാണ്, യൂണിറ്റി. യൂണിറ്റി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആണ്. അതുകൊണ്ട് 1 ഇൻറ്റു 1 എപ്പോഴും എന്തായിരിക്കും, 1 തന്നെ ആയിരിക്കും. അപ്പോൾ 1ൻ്റെ ഇൻവേഴ്സും 1 ആണ്. സോ യൂണിറ്റി ഈസ് ആൾവേസ് എ യൂണിറ്റ്. യൂണിറ്റി എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും, ഒരു യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് എന്നുള്ളത് നമ്മളെ യൂണിറ്റിയാണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. ഇനി രണ്ടാമത്തെ എലമെന്റ് കിട്ടാൻ വേണ്ടി, രണ്ടാമത്തെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പത്തിന് നമുക്ക് എ എന്നത് ഒരു യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്, അതായത് മൈനസ് എ എന്തായിരിക്കാം, ഒരു യൂണിറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാൽ നമ്മൾ ഒരു എലമെന്റ് കിട്ടിയാൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 1ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുത്തു. അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 1 എന്താ, ഇസ് ഈക്വൽ ടു 13 എന്ന് പറയാം. കാരണം Z14 ആണ്. Z14 -1 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 13 കിട്ടും. സോ 13 ഇൻറ്റു 13 ചെയ്യുമ്പോൾ വി ഗെറ്റ് 13 ഇൻറ്റു അഡീഷൻ മോഡുലോ 13 ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ആൻസർ 1. ഓക്കെ, 13 ഇൻറ്റു 13 ചെയ്യുമ്പോൾ 13ൻ്റെ സ്ക്വയർ ആണ് 169 വരും. അപ്പോൾ അതിൽ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ 1. Therefore 13ൻ്റെ ഇൻവേഴ്സ് ആരാണ്, 13 തന്നെയാണ്. അത് എവിടെ ഉണ്ട്, ഇറ്റ് ബിലോങ്സ് ടു Z14. Z14ലുണ്ട്. അതായത് 13 എന്ന എലമെന്റിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Therefore 13 ഈസ് അനദർ യൂണിറ്റ്. നമ്മൾ പറഞ്ഞത്രേ ഉള്ളൂ, യൂണിറ്റി എന്നത് യൂണിറ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുത്തു. അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആരാണ്, നമ്മൾ തന്ന Z14 നിന്ന് 1 കുറയ്ക്കുക, അപ്പോൾ 13 കിട്ടും. അപ്പോൾ 13 എന്നത് 13 ഇൻറ്റു 13 ചെയ്ത് നോക്കുക, അതിനെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ റിമൈൻഡർ 1 കിട്ടും. Therefore നമുക്ക് പറയാൻ പറ്റും 13ൻ്റെ ഇൻവേഴ്സ് 13 ഉണ്ട്. Therefore 13 ഈസ് എ യൂണിറ്റ്. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞത്. Z14 എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 etc. 13 ആണ്. അവിടെ 1 എന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 1ന് നമ്മൾ പറയുക യൂണിറ്റി എന്നാണ്. സോ Z14 ഈസ് എ റിംഗ് വിത്ത് യൂണിറ്റി. അപ്പോൾ 1ൻ്റെ ഇൻവേഴ്സ്, യൂണിറ്റിയുടെ ഇൻവേഴ്സ് അത് തന്നെയാണ്. അതായത് 1 എന്നത് യൂണിറ്റ് ആണ്. ഇനി അടുത്ത യൂണിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ 1ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുത്തു. 1ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -1, ദാറ്റ് ഈസ് 13. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 13 ഇൻറ്റു 13 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് ദ ആൻസർ 1. നമ്മുടെ റിമൈൻഡർ എടുക്കേണ്ടത് അല്ലേ, 13 ഇൻറ്റു 13 ഡിവൈഡ് ബൈ 14 എടുക്കുക, അതിൻ്റെ റിമൈൻഡർ. സോ വി ഗെറ്റ് 1. Therefore we get 13 is also a unit. ഇനി നമുക്ക് ബാക്കിയുള്ള എലമെന്റ്സ് കിട്ടണം. അപ്പോൾ നമുക്ക്
നമ്മൾ തന്ന എലമെൻ്റ് ഏതാണ്? 14 ആണ്. സെറ്റ് 14 ആണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഏത് നമ്പർ കിട്ടുമ്പോഴും നമ്മൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 14 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു റിമൈൻഡർ എന്ത് കിട്ടണം? 1 കിട്ടണം. അപ്പോൾ നമുക്ക് ഈ 14 നമ്മൾ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. 2 × 7. അപ്പോൾ നമുക്ക് 2ഓ 7ഓ മൾട്ടിപ്ലൈ വരുന്ന അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആയി വരുന്ന ഒരു നമ്പേഴ്സും എന്താവില്ല, യൂണിറ്റ് ആവില്ല. ഇപ്പോൾ എക്സാമ്പിൾ 2, 4, 6, 8, 10 and 12. ഇതിലൊക്കെ ആര് കോമൺ ഉണ്ട്? അല്ലേ, 14മായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്നതിൽ നമുക്ക് എന്തുണ്ടാവും? കോമൺ ഉണ്ടാവും. സോ ഈ നമ്പേഴ്സ് ഒരിക്കലും എന്താവില്ല, യൂണിറ്റ്സ് ആവില്ല. അപ്പോൾ 2, 4, 6, 8, 10, 12 ആർ നോട്ട് യൂണിറ്റ്സ്. ഇനി അതേപോലെ 7ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ വരും? നമുക്കിവിടെ പറയാൻ പറ്റും 7 പിന്നെ 14 എന്ന് പറഞ്ഞാൽ 0 അല്ലേ. അപ്പോൾ 7 എന്തല്ല? ഈസ് നോട്ട് എ യൂണിറ്റ്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് 2, 4, 6, 8, 10, 12 ആൻഡ് 7 അത് ഈ നമ്പേഴ്സ് ഒരിക്കലും എന്താവില്ല, യൂണിറ്റ്സ് ആവില്ല. കാരണം ഇതും 7, 14 തമ്മിലുള്ള GCD ഗ്രേറ്റസ്റ്റ് കോമൺ നമ്പർ എന്തല്ല? 1 അല്ല. അതിൽ കോമൺ ആയിട്ട് 2ഉം 7ഉം വരുന്നുണ്ട്. നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? 7നെ നമ്മൾ 14 നമ്മൾ എന്ത് ചെയ്തു? ഫാക്ടറൈസ് ചെയ്തു. 2 × 7 എന്ന് എഴുതി. അപ്പോൾ 2ന്റെ മൾട്ടിപ്പിൾസും 7ന്റെ മൾട്ടിപ്പിൾസും ആയി വരുന്ന ഒരു നമ്പറും എന്താവില്ല, യൂണിറ്റ്സ് ആവില്ല. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഇൻ സെറ്റ് 14 for a non-zero number to be a unit, its multiple should be 1 more than a multiple of 14. 14 എന്ന നമ്പറിന്റെ മൾട്ടിപ്പിൾസിനെക്കാട്ടിലും ഒന്ന് കൂടുതലാണ്. അപ്പോൾ റിമൈൻഡർ 1 വരുള്ളൂ. Since each the number 2, 4, 6, 7, 8, 10 have a common factor either 2 or 7 with 14. ഒന്നുമില്ലെങ്കിൽ 2 എന്നുള്ള കോമൺ നമ്പർ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് വരും? 7 എന്നുള്ള കോമൺ നമ്പർ വരും ഈ നമ്പർ ആയിട്ട്. Therefore it cannot be a multiple of 14. It will be, നമുക്ക് എന്താ പറയാം, it is not a unit. അപ്പോൾ 2, 4, 6, 7, 8, 10 അതൊന്നും എന്താവില്ല, യൂണിറ്റ്സ് ആവില്ല. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള നമ്പർ ഏതാ വരാം? 3. അപ്പോൾ 3നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് റിമൈൻഡർ 1 വരാം? അപ്പോൾ 3 × 5 ഇത് നമുക്ക് എന്ത് കിട്ടും? 3 × 5 എന്ന് പറഞ്ഞാൽ 15 വരും. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ നമുക്ക് എന്ത് വരും? 1 വരും. സോ വി ക്യാൻ സേ ദാറ്റ് 3 × 5 മോഡുലോ 3 × മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 14 × 5 = 1 വരും. സോ വി ക്യാൻ സേ ദാറ്റ് 3 ഈസ് എ യൂണിറ്റ്. 3 എന്നത് യൂണിറ്റ് ആണ്. സിമിലർലി 5 ഈസ് എ യൂണിറ്റ്. 5 എന്തായിരിക്കും? യൂണിറ്റ് ആയിരിക്കും. 3 ഒരു യൂണിറ്റ് ആണ്, 5 ഒരു യൂണിറ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റ്സ് എങ്ങനെ കിട്ടുക? 3യുടെ അഡിറ്റീവ് ഐഡന്റിറ്റി, അഡിറ്റീവ് ഇൻവേഴ്സ് നോക്കാം. 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആരാ? ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3. 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ -3 ആണ്. -3 പറഞ്ഞാൽ ആരാ? 14 - 3 ദാറ്റ് ഈസ് 11. സോ 11 കിട്ടി. അതേപോലെ -5 അല്ലെ, 5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. ഇത് രണ്ടും നോക്കിയേക്കാം. സോ 11 × 9 നമുക്ക് എന്ത് കിട്ടും? 11 × 9 എന്ന് പറഞ്ഞാൽ 99 വരും. അതിനെ നമ്മൾ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 1 വരും. സോ 11 and 9 ആർ യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. 3 × 5 ചെയ്യുമ്പോൾ നമുക്ക് we get 1. Therefore 3 and 5 has additive multiplicative inverses. Therefore 3 and 5 are units. Similarly 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് -3, അതേപോലെ 5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 9. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. Therefore 9ഉം 1ഉം
വേഴ്സസ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് നമുക്ക് ഏതൊക്കെയല്ല 2, 4, 6, 7, 8, 10, 12 ഇതൊരിക്കലും എന്താവില്ല, യൂണിറ്റ്സ് ആവില്ല നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ നമുക്ക് ഏതാ കിട്ടി? 1 എന്നത് യൂണിറ്റ് ആണ്. 1ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയ 13ഉം യൂണിറ്റ് ആണ്. പിന്നെ 3 യൂണിറ്റ് ആണ്, 5ഉം യൂണിറ്റ് ആണ്. അപ്പോൾ 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയ 11ഉം 5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയ 9ഉം യൂണിറ്റ്സ് ആണ്. അപ്പോൾ നോക്കി നോക്കൂ, എല്ലാ നമ്പേഴ്സും ഇതിനകത്ത് വന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ 1, 3, 5, 9, 11 and 13 are the units of Z14. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് Z ക്രോസ് സെറ്റിനകത്തെ യൂണിറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സെറ്റ് ക്രോസ് സെറ്റിനകത്ത് നമുക്ക് ഓരോ എലമെന്റ്സ് എടുത്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ എലമെന്റ്സ് എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സെറ്റ് ഈസ് എ റിംഗ്. സെറ്റ് റിംഗ് ആണ് അല്ലേ? സെറ്റ് ഈസ് എ റിംഗ് ആണ് വിത്ത് യൂണിറ്റി. കാരണം സെറ്റിനകത്ത് ആരുണ്ട്? 1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെറ്റ് ക്രോസ് സെറ്റ് എന്താണ്? റിംഗ് വിത്ത് യൂണിറ്റി ആയിരിക്കും. അവിടുത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1, 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെറ്റ് ക്രോസ് സെറ്റ് എന്ന് വെച്ചാൽ റിംഗ് വിത്ത് യൂണിറ്റി വിത്ത് യൂണിറ്റ് എലമെന്റ് 1, 1. അവിടുത്തെ ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? കാരണം അവിടെ ഓപ്പറേഷൻ നമുക്ക് അറിയില്ല. അത് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? n, m പ്ലസ് r, s എന്ന് പറഞ്ഞാൽ, അതായത് അതിനകത്ത് Z ക്രോസ് സെറ്റിനകത്ത് 2 എലമെന്റ്സ് എടുത്തു. ഒന്ന് NM ഉം ഒന്ന് RS ഉം. അത് നമ്മൾ ആഡ് ചെയ്യുക പറഞ്ഞാൽ കമ്പോണന്റ് വൈസ് ആഡ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാൻ കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലൈ. അതായത് 2, 3 ഇൻറ്റു 4, 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 4, 3 ഇൻറ്റു 5. അത് കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ കമ്പോണന്റ് വൈസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഐഡന്റിറ്റി എന്നുള്ളത് എന്ത് വരും? സോ വി ക്യാൻ സേ ദാറ്റ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി 0, 0 വരും. അതായത് ഇവിടുത്തെ 0 എന്നുള്ളത് 0, 0 വരും. യൂണിറ്റി എന്നുള്ളത് 1, 1 വരും. ഓക്കെ, അപ്പോൾ 1, 1 എന്നുള്ളത് യൂണിറ്റിയാണ് അല്ലേ? അപ്പോൾ അതായത് 1, 1 എന്തായിരിക്കും? യൂണിറ്റും ആയിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ യൂണിറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? NM എന്നത് ഒരു നോൺ സീറോ നമ്പർ ആവണം. അപ്പോൾ എപ്പോഴാണ് n, m എന്നത് എപ്പോഴാണ് നോൺ സീറോ ആവുക? n, m ഈസ് നോട്ട് ഈക്വൽ ടു 0, 0 ആയാൽ പോലെ. അപ്പോൾ നോൺ സീറോ ആവണമെങ്കിൽ ഐദർ n നോട്ട് ഈക്വൽ ടു 0 ഓർ m നോട്ട് ഈക്വൽ ടു 0. ഏതെങ്കിലും ഒന്ന് 0 ആവാൻ ഞാൻ മതി. ഓക്കെ, അപ്പോൾ NM എന്നത് 0 ആവാതിരിക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ n 0 അല്ലാതിരിക്കുക, അല്ലെങ്കിൽ m 0 അല്ലാതിരുന്നാൽ മതി. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ അഡിറ്റീവ് ഐഡന്റിറ്റി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നോൺ സീറോ നമ്പർ എടുത്തു, n, m. അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് കൂടെ എന്തോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം? 1, 1 കിട്ടണം. ഇത് ആ സെറ്റിനകത്തുണ്ടോ? നമ്മളെ ചോദ്യം. വിച്ച് ഇസ് ഈക്വൽ ടു എന്തുണ്ടായിരിക്കണം? തിരിച്ചു വേണം, RS ഇൻറ്റു n, m അല്ലേ? ഇങ്ങനെ കിട്ടിയാലാണ് നമ്മൾ എന്താ പറയുക? അതിന് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം എടുത്തു. NM ഇൻറ്റു RS ഇസ് ഈക്വൽ ടു 1, 1. ഇറ്റ് ഇംപ്ലൈസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യുക. n ഇൻറ്റു R, m ഇൻറ്റു s ഇസ് ഈക്വൽ ടു 1, 1. Therefore, n into R is equal to 1 and m into s is equal to 1. n into R is equal to 1 and m into s is equal to 1 കിട്ടും അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ nr into ms is equal to 1, 1. Therefore, we can say that nr is equal to 1 and ms is equal to 1. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം n-ഉം m-ഉം എന്തല്ല? 0 അല്ല. Therefore, we can say that ഏത് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ? n-ഉം m-ഉം 0 അല്ല. അപ്പോൾ നമുക്ക് nr is equal to 1 വരണമെങ്കിൽ അവിടെ
രണ്ട് പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. NR is equal to 1 പറയണമെങ്കിൽ either N is equal to R is equal to 1 or N is equal to R is equal to -1 അല്ലേ? ഒന്നുമില്ല രണ്ടും എന്താവുക 1 ആവുക, അല്ലെങ്കിൽ രണ്ടും -1 ആവുക. Therefore N is equal to R is equal to plus or -1. അല്ലെങ്കിൽ എന്തുണ്ടാവണം? ഇതേപോലെ തന്നെ M into S is equal to 1 ആവണമെങ്കിൽ M is equal to S is equal to ഒന്നുമില്ലേ +1 അല്ലെങ്കിൽ -1. സോ അഡിറ്റീവ് ഇൻവേഴ്സസ് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? അവിടുത്തെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 1 ഉണ്ടാവാം, -1 1 ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തുണ്ടാവാം 1 -1 ഉണ്ടാവാം, അല്ലെങ്കിൽ -1 -1 ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ Z ക്രോസ് സെറ്റിനകത്ത് ആകെ 4 യൂണിറ്റ്സ് ഉണ്ടാവുള്ളൂ. അത് 1 1 1 -1 -1 1 ആൻഡ് -1 -1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. ചെയ്തത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? NM ഇൻറ്റു RS ചെയ്ത് നോക്കി, ഇസ് ഈക്വൽ ടു 1 1. അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുക NR ഇസ് ഈക്വൽ ടു 1 ആൻഡ് MS ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ അത് നമുക്ക് പറയാം N ഇസ് ഈക്വൽ ടു R ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ -1 അല്ലേ? ഒന്നുമില്ല 2 +1 അല്ലെങ്കിൽ 2 -1. ദർഫോർ ദ ചോയ്സസ് നമുക്ക് എന്തെങ്കിലും കിട്ടും 1 1 -1 1 1 -1 ഓർ -1 -1. കാരണം ഈ 4 നമ്പേഴ്സ് നമുക്ക് 4 ചോയ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു ടോപ്പിക്കാണ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിംഗ്. അപ്പോൾ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിംഗ് എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ ഡെഫിനിഷൻ എന്താ പറയണത്? ഇഫ് R is a ring and if there exists a positive integer n such that n into a is equal to 0 for all a belongs to R. ഈ റിങ്ങിനകത്തെ ഏതൊരു എ എടുത്താലും n into a is equal to 0 കിട്ടുകയാണെങ്കിൽ, അങ്ങനൊരു n എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് R, ദ റിംഗ് R ഈസ് n. ഓക്കെ, ഇനി അങ്ങനെ ഒരു n എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ Z2 എന്നുള്ള റിംഗ് എടുത്തു. Z2 എന്നുള്ള റിംഗ് എടുത്തു. Z2നകത്ത് ആരൊക്കെയുള്ളത്? 0 ഉണ്ട്, 1 ഉണ്ട്. 2 എന്ന എലമെന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 0 അഡീഷൻ മോഡിൽ 2 ആണ് അല്ലേ? 2 ഇൻറ്റു 0 ഇത് നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഇനി 2 അഡീഷൻ മോഡിൽ 2 1 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ഓഫ് 2 ഇൻറ്റു 1/2 0 കിട്ടും. അതായത് Z2നകത്തെ ഏത് എലമെന്റിനോടും 2 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആൻസർ 0 കിട്ടും. സോ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് Z2 ഈസ് 2. ഒരു എക്സാമ്പിൾ കൂടി പറയാം. അപ്പോൾ നമ്മൾ Z4 എന്ന് പറഞ്ഞാൽ 0 1 2 3. ഇവിടെ 4 ഇൻറ്റു 0, ഇവിടെ ഇൻറ്റു പറഞ്ഞാൽ അഡീഷൻ മോഡിലോ 4 ആണ് അല്ലേ? 4 ഇൻറ്റു 0 0, 4 ഇൻറ്റു അഡീഷൻ മോഡിലോ 4 1 ഈക്വൽ ടു 1, സോറി ഈക്വൽ ടു റിമൈൻഡർ ഓഫ് is equal to 4 into addition modulo 4 1 is equal to remainder of 4 into 1/4 is equal to 0. Similarly നമ്മൾ ചെയ്യുമ്പോൾ 4 into addition modulo 4 2 is equal to remainder of 4 into 2 is equal by 4 is equal to 0, and 4 into addition modulo 4 3 is equal to remainder of 4 into 3/4 is equal to 0. So we can say that 4 into a is equal to 0 in Z4. Z4നകത്ത് ഏത് രണ്ട് നമ്പേഴ്സ് എടുത്ത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 4 into any number ഈക്വൽ ടു 0 ആണ്. അതായത് Z4ന്റെ ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. പക്ഷെ നമ്മൾ റിയൽ നമ്പേഴ്സ് എടുക്കുക വെച്ചാൽ റിയൽ നമ്പേഴ്സിൽ അങ്ങനെ ഒരു നമ്പർ കൊണ്ട് 0 അല്ലാത്ത ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടില്ല? 0 കിട്ടില്ല. സോ അതിനകത്ത് എന്തില്ല? ക്യാരക്ടറിസ്റ്റിക് വാല്യൂ 0 ആണ്. ഓക്കെ, അതാണ് പറയുന്നത് ദ റിംഗ് Zn is characteristic of n, but Q, Z, R
and C has characteristic 0. ഒരു തിയറം കൂടി പറയുന്നുണ്ട്. ലെറ്റ് R be a ring with unity if n dot 1 is not equal to 0 for all n belongs to Z, then the R has characteristic 0. n dot 1 0 അല്ലെങ്കിൽ റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എപ്പോഴും 0 ആയിരിക്കും. ഇനി n dot 1 0 ആവുകയാണെങ്കിൽ, ഏതെങ്കിലും എന്നുകൾക്ക് 0 ആവുകയാണെങ്കിൽ നമുക്ക് പറയാം അങ്ങനത്തെ സ്മോളസ്റ്റ് n ആയിരിക്കും എന്ത് ക്യാരക്ടറിസ്റ്റിക് വരിക. അപ്പോൾ എങ്ങനെ ചെയ്യാം നമുക്ക്? R is a ring with unity എന്നെടുത്തു. നമ്മൾ ഫസ്റ്റ് സപ്പോസ് ചെയ്തു n dot 1 is not equal to 0 ആണ്. therefore ഒരു 1 എന്ന നമ്പറിനെ ഏത് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടില്ല? 0 കിട്ടില്ല. therefore അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്നുള്ളത് നമുക്ക് എന്തല്ല 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ നമ്മൾ സപ്പോസ് ചെയ്തു ലെറ്റ് n be a positive integer such that n into 1 is equal to 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? n into a എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? a into n ടൈംസ് എഴുതി കൂടെ? നമുക്ക് 2x നമുക്ക് എന്ത് എഴുതാം? x പ്ലസ് എക്സ് എഴുതി കൂടെ? അപ്പോൾ 2n into a നമുക്ക് എന്ത് എഴുതാം? a plus a n ടൈംസ് എഴുതാൻ പറ്റും. therefore എല്ലാ ടേംസിനും ആരെ പുറത്തേക്ക് എടുക്കുക? എനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. എല്ലാ ടേംസിനും a പുറത്തേക്ക് എടുത്തു. സോ a into 1 plus 1 plus 1 n ടൈംസ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു a into n plus 1 plus 1 plus 1 n ടൈംസ് നമുക്ക് എന്താ? n into 1 എഴുതാം. n into 1 എന്താണ്? 0 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ a into 0 is equal to 0. therefore അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്താണ്? thus n is a positive integer such that n dot 1 is equal to 0, then n dot a is equal to 0 for all a belongs to ഏത് a എടുത്താലും n dot a എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അങ്ങനെയുള്ള സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ഏതാണോ അതിന് നമുക്ക് എന്താ പറയാൻ പറ്റും? ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് R എന്ന് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.